അതിനായി നമ്മുടെ ഗൂഗിൾ ക്രോമിൽ ഫോട്ടോപി എന്ന വെബ്സൈറ്റ് നിങ്ങൾ എടുക്കുക. ഈ വെബ്സൈറ്റ് ഫോട്ടോഷോപ്പിൻ്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. ഇതിൽ നിന്നും നമ്മുടെ ഫോട്ടോ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഫോട്ടോ നമ്മൾ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഇതിൻ്റെ ഈ ഡ്രാഗ് എനി ഫയൽസ് ഹിയർ എന്നുള്ളിടത്തോട്ട് ഇടുക. അതിനുശേഷം ഈ ലോഗോയാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത്. ഇതിനെ നമ്മൾ പറയുന്ന പേര് ഇതിൻ്റെ ടൂൾ ബോക്സ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ അഞ്ചാമത്തെ 1, 2, 3, 4 അഞ്ചാമത്തെ ബട്ടൺ, അതായത് ഈ പാച്ച് ടൂൾ, ഇതാണ് നമുക്ക് എടുക്കേണ്ടത്. ചിലപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇങ്ങനെ ആയിരിക്കും കാണിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം പാച്ച് ടൂളിൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, ഇവിടെ കാണിക്കുന്നത് പാച്ച് ടൂളാണ് എന്നുള്ള ഈ ഒരു ഐക്കൺ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട ഭാഗത്ത്, അതായത് നമ്മുടെ ഈ ലോഗോയിലേക്ക് നമ്മളൊരു മൗസ് ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് ഇത്രയും ഒരു ഏരിയ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഈ സെലക്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു ഡോട്ടഡ് ലൈൻ ഇവിടെ ഇതിന് ചുറ്റും വന്നിട്ടുണ്ട്. ഇതിനുശേഷം ഇതിൻ്റെ മധ്യഭാഗത്തോ, അതായത് ഈ സെലക്ഷൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇതിന് സമാനമായ രീതിയിലുള്ള ഏതെങ്കിലും കളർ നമ്മൾ അങ്ങോട്ട് മൗസ് വെച്ചിട്ട് പെട്ടെന്ന് മൗസ് അങ്ങ് വിടുക. വിട്ടതിന് ശേഷം അപ്പോൾ തന്നെ നമുക്ക് ആ ലോഗോ അവിടുന്ന് മാറിയതായിട്ട് കാണാം. വീണ്ടും നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് സെലക്റ്റിൽ പോയി ഡീസെലക്ട് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഇമേജിൽ കൃത്യമായിട്ട് ലോഗോ മൂവായി. വീണ്ടും നമ്മുടെ ഫോൾഡറിൽ ഇപ്പോൾ ഇവിടെ ലോഗോ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഇവിടെ എഡിറ്റ് ചെയ്ത ഫോട്ടോയിൽ ലോഗോ ഇപ്പോൾ കാണുന്നില്ല. ഫയൽ സേവ്, വീണ്ടും സേവ് അടിക്കുക. നമുക്ക് ഈ ഫയൽ സേവ് ചെയ്യാനായിട്ട് ഫയലിൽ പോവുക, സേവ് അടിക്കുക. വീണ്ടും നമുക്കൊരു അലേർട്ട് ബോക്സ് വരും. ഇത് ഓവർ റൈറ്റ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടാണ്. നമ്മൾ സേവ് കൊടുത്തു. സേവ് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫോട്ടോ ഒന്ന് ഓപ്പൺ ആക്കി നോക്കുമ്പോൾ നമുക്ക് ഇത് ഒരു അതായത് ജെമിനൈയുടെ ലോഗോ ഇല്ലാത്ത ഒരു ഫോട്ടോയാണ് നമുക്ക് ലഭിച്ചത് എന്ന് കാണാൻ സാധിക്കും. അതുപോലെ ഒരിക്കൽ കൂടി ഞാൻ കാണിക്കാം. ഈ ഒരു ഫോട്ടോയും കൂടെ ഞാൻ ഡ്രാഗ് ചെയ്ത് വീണ്ടും നമ്മുടെ ഇതിലിട്ടു, നമ്മുടെ ഫോട്ടോപ്പിയിലിട്ടു. നമുക്ക് ആദ്യത്തെ ഫോട്ടോ വേണ്ടാത്തത് കൊണ്ട് ഇത് ഞാൻ ക്ലോസ് ചെയ്യുകയാണ്. വീണ്ടും നിങ്ങൾ മേക്ക് ഷുവർ പാച്ച് ടൂൾ എടുക്കുന്നു. ഇതിന് ചുറ്റും ഒരു സർക്കിൾ വരയ്ക്കുന്നു മൗസ് കൊണ്ട്. അപ്പോൾ ഇത് സെലക്റ്റായി കാണാൻ സാധിക്കും. വീണ്ടും നിങ്ങൾ ഏതെങ്കിലും ഒരു ഏരിയ, ഇതിന് സിമിലർ ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഡ്രാഗ് ചെയ്തിട്ട് മൗസ് വിടുക. വീണ്ടും സെലക്റ്റിനകത്ത് ഡീസെലക്ട് എന്നടിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടിയ ഫോട്ടോയിൽ നിന്ന് ആ ലോഗോ റിമൂവ് ആയി പോയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വീണ്ടും ഈ ഫയല് സേവ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ഈ ഫോട്ടോ വേണ്ട, നമുക്കിത് ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. ക്ലോസ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് റിഫ്രഷ് ആകാത്തതുകൊണ്ടാണ്. എന്ത് പറ്റി? അതിനായി നമ്മുടെ ഗൂഗിൾ ക്രോമിൽ ഫോട്ടോപി എന്ന വെബ്സൈറ്റ് നിങ്ങൾ എടുക്കുക. ഈ വെബ്സൈറ്റ് ഫോട്ടോഷോപ്പിൻ്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. ഇതിൽ നിന്നും നമ്മുടെ ഫോട്ടോ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഫോട്ടോ നമ്മൾ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഇതിൻ്റെ ഈ ഡ്രാഗ് എനി ഫയൽസ് ഹിയർ എന്നുള്ളിടത്തോട്ട് ഇടുക. അതിനുശേഷം ഈ ലോഗോയാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത്. ഇതിനെ നമ്മൾ പറയുന്ന പേര് ഇതിൻ്റെ ടൂൾ ബോക്സ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ അഞ്ചാമത്തെ 1, 2, 3, 4 അഞ്ചാമത്തെ ബട്ടൺ, അതായത് ഈ പാച്ച് ടൂൾ, ഇതാണ് നമുക്ക് എടുക്കേണ്ടത്. ചിലപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇങ്ങനെ ആയിരിക്കും കാണിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം പാച്ച് ടൂളിൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, ഇവിടെ കാണിക്കുന്നത് പാച്ച് ടൂളാണ് എന്നുള്ള ഈ ഒരു ഐക്കൺ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട ഭാഗത്ത്, അതായത് നമ്മുടെ ഈ ലോഗോയിലേക്ക് നമ്മളൊരു മൗസ് ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് ഇത്രയും ഒരു ഏരിയ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഈ സെലക്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു ഡോട്ടഡ് ലൈൻ ഇവിടെ ഇതിന് ചുറ്റും വന്നിട്ടുണ്ട്. ഇതിനുശേഷം ഇതിൻ്റെ മധ്യഭാഗത്തോ, അതായത് ഈ സെലക്ഷൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇതിന് സമാനമായ രീതിയിലുള്ള ഏതെങ്കിലും കളർ നമ്മൾ അങ്ങോട്ട് മൗസ് വെച്ചിട്ട് പെട്ടെന്ന് മൗസ് അങ്ങ് വിടുക. വിട്ടതിന് ശേഷം
അപ്പോൾ തന്നെ നമുക്ക് ആ ലോഗോ അവിടുന്ന് മാറിയതായിട്ട് കാണാം. വീണ്ടും നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് സെലക്റ്റിൽ പോയി ഡീസെലക്ട് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഇമേജിൽ കൃത്യമായിട്ട് ലോഗോ മൂവായി. പിന്നെ നമ്മുടെ ഫോൾഡറിൽ ഇപ്പോൾ ഇവിടെ ലോഗോ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഇവിടെ എഡിറ്റ് ചെയ്ത ഫോട്ടോയിൽ ലോഗോ ഇപ്പോൾ കാണുന്നില്ല. ഫയൽ സേവ്, വീണ്ടും സേവ് അടിക്കുക. നമുക്ക് ഈ ഫയൽ സേവ് ചെയ്യാനായിട്ട് ഫയലിൽ പോവുക, സേവ് അടിക്കുക. വീണ്ടും നമുക്കൊരു അലേർട്ട് ബോക്സ് വരും. ഇത് ഓവർ റൈറ്റ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടാണ്. നമ്മൾ സേവ് കൊടുത്തു. സേവ് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫോട്ടോ ഒന്ന് ഓപ്പൺ ആക്കി നോക്കുമ്പോൾ നമുക്ക് ഇത് ഒരു അതായത് ജെമിനൈയുടെ ലോഗോ ഇല്ലാത്ത ഒരു ഫോട്ടോയാണ് നമുക്ക് ലഭിച്ചത് എന്ന് കാണാൻ സാധിക്കും. അതുപോലെ ഒരിക്കൽ കൂടി ഞാൻ കാണിക്കാം. ഈ ഒരു ഫോട്ടോയും കൂടെ ഞാൻ ഡ്രാഗ് ചെയ്ത് വീണ്ടും നമ്മുടെ ഇതിലിട്ടു, നമ്മുടെ ഫോട്ടോപ്പിയിലിട്ടു. നമുക്ക് ആദ്യത്തെ ഫോട്ടോ വേണ്ടാത്തത് കൊണ്ട് ഇത് ഞാൻ ക്ലോസ് ചെയ്യുകയാണ്. വീണ്ടും നിങ്ങൾ മേക്ക് ഷുവർ പാച്ച് ടൂൾ എടുക്കുന്നു. ഇതിന് ചുറ്റും ഒരു സർക്കിൾ വരയ്ക്കുന്നു മൗസ് കൊണ്ട്. അപ്പോൾ ഇത് സെലക്റ്റായി കാണാൻ സാധിക്കും. വീണ്ടും നിങ്ങൾ ഏതെങ്കിലും ഒരു ഏരിയ, ഇതിന് സിമിലർ ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഡ്രാഗ് ചെയ്തിട്ട് മൗസ് വിടുക. വീണ്ടും സെലക്റ്റിനകത്ത് ഡീസെലക്ട് എന്നടിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടിയ ഫോട്ടോയിൽ നിന്ന് ആ ലോഗോ മൂവ് ചെയ്തായിട്ട് റിമൂവ് ആയി പോയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വീണ്ടും ഈ ഫയല് സേവ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ഈ ഫോട്ടോ വേണ്ട, നമുക്കിത് ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഫോൾഡർ ഓപ്പൺ ആക്കി നോക്കുമ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്ത ഈ ഫോട്ടോയുടെ ഈ ലോഗോ ഇവിടെ നിന്ന് പോയിരിക്കുന്നതായിട്ട് കാണും. പെട്ടെന്ന് നോക്കിയാൽ നമുക്ക് ഈ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഫോട്ടോയാണെന്ന് അറിയാത്ത രീതിയിൽ നമ്മൾ ആ ജെമിനൈയുടെ ലോഗോ റിമൂവ് ചെയ്തു. ഇങ്ങനെ വളരെ എളുപ്പത്തിൽ ജെമിനൈയുടെ ലോഗോ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും.